ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എൻ.ഡി.എ സഖ്യത്തിന്റെ തേരോട്ടം 243 സീറ്റുകളിൽ 200-ലേറെ സീറ്റുകൾ നേടിയാണ് സഖ്യം ചരിത്ര വിജയം നേടിയത്. 90-ലേറെ സീറ്റുകളിൽ വിജയിച്ച ബി.ജെ.പിയാണ് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി. അതേസമയം മഹാസഖ്യം തകർന്നടിഞ്ഞു. 30ഓളം സീറ്റുകളിലേക്ക് സഖ്യം ഒതുങ്ങി. ശക്തി കേന്ദ്രങ്ങളിൽ പോലും കനത്ത തിരിച്ചടിയാണ് ആർ.ജെ.ഡിക്ക് നേരിട്ടത്. രണ്ടക്കം കടക്കാൻ കോൺഗ്രസിനുമായില്ല. ബി.ജെ.പി ആസ്ഥാനത്ത് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ആഘോഷം നടക്കുകയാണ്. വിവരങ്ങളുമായി ആന്റണി ജിസ്റ്റോർ ചേരുന്നു. ആന്റണി, ഒരു എൻ.ഡി.എ സഖ്യത്തിനാണ് ബീഹാർ തെരഞ്ഞെടുപ്പിൽ വിജയം കരസ്ഥമാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും ബീഹാറിൽ വലിയ രീതിയിലുള്ള ഒരു വിജയമാണ് എൻ.ഡി.എക്ക് ഉണ്ടായിട്ടുള്ളത്. ഒരു ചരിത്ര വിജയം എന്ന് തന്നെ പറയാൻ വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഉള്ളത് ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും എക്സിറ്റ് പോൾ ഫലങ്ങളൊക്കെ പ്രവചിച്ചതിനപ്പുറത്തേക്ക് 202 സീറ്റുകളാണ് ഈ എൻ.ഡി.എ സഖ്യം നേടിയിട്ടുള്ളത് ബീഹാറിൽ എന്നുള്ളതാണ്. അതിൽ ബി.ജെ.പി കൂടുതൽ നില മെച്ചപ്പെടുത്തിയിരിക്കുക അല്ല, ഏറ്റവും നേട്ടമുണ്ടാക്കിയത് ബി.ജെ.പി തന്നെയാണ്. 101 സീറ്റുകളിലാണ് ബി.ജെ.പി അവിടെ മത്സരിച്ചത്. പക്ഷേ ഈ 101 സീറ്റുകളിൽ 90ഇടത്തും ബി.ജെ.പിക്ക് അവിടെ ജയിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ തവണ 74 സീറ്റുകളാണ് ബി.ജെ.പി അവിടെ നേടിയത്. പക്ഷേ ഇക്കുറി അത് 90 സീറ്റുകളായി അവർക്ക് ഉയർത്താൻ കഴിഞ്ഞു. ആകെ 101 സീറ്റുകളിലാണ് ബി.ജെ.പി ഇക്കുറി മത്സരിക്കുകയും ചെയ്തത്. 16 സീറ്റുകൾ ഇപ്പോൾ ഇത്തവണ അവർക്ക് അധികമായി നേടാൻ ബീഹാറിൽ കഴിഞ്ഞു. അതേസമയം ജെ.ഡി.യുവും വലിയ മുന്നേറ്റം ഉണ്ടാക്കി. കഴിഞ്ഞ തവണ 43 സീറ്റുകളിലേക്ക് ഒതുങ്ങിപ്പോയിരുന്നു നിതീഷ് കുമാറിൻ്റെ ജെ.ഡി.യു. പക്ഷേ ഇത്തവണ വരുമ്പോൾ അത് 85 സീറ്റുകൾ എന്ന നിലയിലേക്ക് ജെ.ഡി.യുവും നില മെച്ചപ്പെടുത്തിയിട്ടുണ്ട്. ചിരാഗ് പാസ്വാന്റെ എൽ.ജെ.പിയും അതുപോലെ തന്നെ ജിതറാം വാഞ്ചിയുടെ പാർട്ടിയും അടക്കം വലിയ നേട്ടം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എൻ.ഡി.എ സഖ്യത്തിന് മൊത്തം ബീഹാർ തൂത്തുവാരിക്കൊണ്ടു പോകുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. രാവിലെ ഏതാണ്ട് ഒരു കുറച്ച് സമയം ഒഴികെ ഒപ്പത്തിനൊപ്പം വന്നതൊഴിച്ചാൽ പിന്നീട് ഒരു കുതിപ്പായിരുന്നു വോട്ടെണ്ണലിൽ ബി.ജെ.പിയുടെ എൻ.ഡി.എയുടെ ഭാഗത്തു നിന്ന് നമ്മൾ കണ്ടത്. ബഹുദൂരം മുന്നിലേക്ക് പോകുന്ന ബി.ജെ.പിയെ പിന്നീട് ആ തൊട്ടടുത്തേക്ക് പോലും എത്താൻ കഴിയാത്ത നിലയിലേക്ക് മഹാസഖ്യം താഴേക്ക് പോകുന്നതും നമ്മൾ കണ്ടു. 34 സീറ്റുകളാണ് ഇപ്പോൾ നിലവിൽ അവർക്ക് നേടാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏതായാലും ആർ.ജെ.ഡിയും വലിയ രീതിയിൽ കഴിഞ്ഞ തവണ 75 സീറ്റുകളോളം നേടിയതാണ് ആർ.ജെ.ഡി. പക്ഷേ ഇത്തവണ അവർക്ക് നേടാൻ കഴിഞ്ഞത് 24 സീറ്റുകൾ മാത്രമാണ് എന്നുള്ളതാണ്. തേജസ്വി യാദവ് ഏറെ നേരം പിന്നിൽ നിന്ന ശേഷമാണ് രാഘവ്പൂരിൽ 11,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് ജയിച്ചു കയറിയത്. വളരെ ബുദ്ധിമുട്ടിയാണ് തേജസ്വി യാദവ് ആർ.ജെ.ഡി നേതാവ് അവിടെ ജയിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞത്. അത്തരം ടൈറ്റ് ആയിട്ടുള്ള ഒരു മത്സരമാണ് നടന്നത്. പ്രത്യേകിച്ച് അവരുടെ വോട്ട് ബാങ്കുകളായ യാദവ ആർ.ജെ.ഡിയുടെ പ്രധാനപ്പെട്ട വോട്ട് ബാങ്കുകൾ ഈ യാദവ വോട്ടുകളാണ്. അതിലടക്കം അവർക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. അവിടെയൊക്കെ ബി.ജെ.പി കയറുന്ന ഒരു സാഹചര്യമുണ്ടായി. കോൺഗ്രസിനെ സംബന്ധിച്ച് കഴിഞ്ഞ തവണ 19 സീറ്റുകൾ നേടിയിരുന്നു കോൺഗ്രസ്. പക്ഷേ ഇത്തവണ കോൺഗ്രസിൻ്റെ എല്ലാ കണക്കുകൂട്ടലുകളും തെറ്റുന്ന കാഴ്ചയാണ് കണ്ടത്. സീമാഞ്ചലടക്കമുള്ള മേഖലകളിൽ, അത് ന്യൂനപക്ഷ മേഖലകൾ, ആ മേഖലകളിലൊന്നും ഒരു മുന്നേറ്റവും ഉണ്ടാക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞില്ല. അവിടെ ഈ അസ്റുദ്ദീൻ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടിയാണ് വലിയ മുന്നേറ്റം ഉണ്ടാക്കിയത്. അവരുടെ ഒരു വരവ് കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി ആ മേഖലയിൽ. അങ്ങനെ കോൺഗ്രസിനും പ്രതീക്ഷിച്ച ഒരു നിലയിലേക്ക് ഉയരാൻ കഴിഞ്ഞില്ല. വെറും 6 സീറ്റുകളാണ് അവസാനത്തെ കണക്കുകൾ പുറത്തേക്ക് വരുമ്പോൾ കോൺഗ്രസിന് നേടാനായത്. അതായത് നമ്മൾ കണ്ടതാണ്, ഈ ലോക്സഭ ഈ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പാണ് ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിനെതിരെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെയും അതുപോലെ തന്നെ തേജസ്വി യാദവിൻ്റെയും നേതൃത്വത്തിൽ സംസ്ഥാനത്തുടനീളം ഒരു വോട്ടർ അധികാർ യാത്രയൊക്കെ നടത്തിയത്. ഈ വോട്ടർ അധികാർ യാത്ര കടന്നുപോയ വഴികളിലെ മണ്ഡലങ്ങളിലൊന്നും മഹാസഖ്യത്തിന് ജയിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും ഒരു പ്രധാനപ്പെട്ട കാര്യമായി തന്നെ ഉണ്ട്. അതേസമയം കന്നി അംഗത്തിനിറങ്ങിയ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ പ്രശാന്ത് കിഷോറിൻ്റെ ജെ.എസ്.പിക്ക് ഒരു സീറ്റ് പോലും നേടാൻ കഴിഞ്ഞില്ല. പക്ഷേ ഈ മഹാസഖ്യത്തിൻ്റെ കനത്ത തോൽവിക്ക് അവരുടെ ഒരു സാന്നിധ്യവും വഴിവെച്ചിട്ടുണ്ട്. അവരിലേക്കും കുറേ വോട്ടുകൾ പോയത് മഹാസഖ്യത്തിന്
വലിയ തിരിച്ചടിയായി എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഇടത് പാർട്ടികൾക്കും ഇത്തവണ വലിയ നഷ്ടമാണ് ഉണ്ടായിട്ടുള്ളത്. കഴിഞ്ഞ തവണ CPIM-ൽ 2 അക്കത്തിന് മുകളിൽ സീറ്റുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് 1 സീറ്റിലേക്ക് കുറഞ്ഞു. CPIM 2 സീറ്റ് ഉണ്ടായിരുന്നത് 1 സീറ്റായിട്ടുണ്ട്. CPI-ക്കും കഴിഞ്ഞ തവണ സീറ്റ് ഉണ്ടായിരുന്നു, പക്ഷേ ഇത്തവണ CPI-ക്ക് 1 സീറ്റും അവിടെ നേടാൻ കഴിഞ്ഞില്ല എന്നുള്ളതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഏതായാലും നിതീഷ് കുമാർ തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി എന്നുള്ള കാര്യത്തിൽ BJP നേതാക്കളടക്കം പറയുകയും ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് നിതീഷിനുള്ള ഒരു ജനപിന്തുണയടക്കമാണ് ഈ വിജയത്തിലേക്ക് നയിച്ചത്. അത് മാത്രമല്ല, ഈ സ്ത്രീ വോട്ടർമാർ വലിയ രീതിയിൽ NDA സഹായിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് പ്രഖ്യാപിച്ച ഈ ധനസഹായം അടക്കമുള്ള പദ്ധതികൾ വലിയ രീതിയിൽ NDA സഹായിച്ചു. സ്ത്രീ വോട്ടർമാർ കൂട്ടത്തോടെ അവർക്ക് വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നും വിലയിരുത്തപ്പെടുന്നു. ഏതായാലും ഇനിയിപ്പോൾ അടുത്തത് സർക്കാർ രൂപീകരണ ചർച്ചകളാണ്. അത് നാളെ തന്നെ തുടങ്ങുകയും ചെയ്യും. ശരി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ NDA സഖ്യത്തിന്റെ തേരോട്ടം. 243 സീറ്റുകളിൽ 200-ലേറെ സീറ്റുകൾ നേടിയാണ് സഖ്യം ചരിത്ര വിജയം നേടിയത്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് വൻ ആഘോഷം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലായിരുന്നു ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചത്.